ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ടിപ്സ് ആൻഡ് ഫണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ശബ്ദം എങ്ങനെ മാറ്റാമെന്നാണ്. അതായത് ഡ്യൂക്ക്, KTM അതിനകത്തെ ശബ്ദം അടിപൊളിയില്ലേ, അതേപോലത്തെ ശബ്ദം ആക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോസ് അപ്പോഴപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അതിനായത് ആദ്യം വേണ്ടത് ഒരു ബോട്ടിലാണ്. ഇതിപ്പോൾ ഞാൻ ഒരു പൗഡറിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഇതിപ്പോൾ ഈ ഷേപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഏത് കുപ്പിയാണ് എടുക്കുന്നത് ആ കുപ്പിക്ക് അനുസരിച്ച് ഷേപ്പ് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതെടുക്കുക, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിൽ കൂടെ ബാക്കിൽ ഒരു 3-4 ഹോൾ എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ പുക അതുവഴി പോകാനാണ്. ഇതുവഴി തിരിച്ചു പറഞ്ഞത് പാടായിരിക്കും. എന്നിട്ട് ഇത് എവിടെയൊന്നും മുറിക്കൊന്നും വേണ്ട. എന്നിട്ട് നമുക്കിത് എഴുതി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ടാപ്പ് വെച്ച് ഒട്ടിക്കണം. ടാപ്പ് വെച്ച് ഒട്ടിക്കുകയെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ടാപ്പൊന്നും വെച്ച് ഒട്ടിക്കാൻ ശ്രമിക്കരുത്. എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂടടിച്ച് ഇതെല്ലാം ഉരുവി പോകുന്നതാണ്. അപ്പോൾ നമുക്കൊരു പേപ്പർ ടാപ്പ് അല്ല, ഒരു ഇൻസുലേഷൻ ടാപ്പ് കണക്കത്ത് വേറൊരു ടാപ്പാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ടാപ്പ്. ഈ ടാപ്പ് ഇല്ലാത്തവർ കെട്ടുകമ്പി യൂസ് ചെയ്യാനായിരിക്കും ഇതിനെക്കാട്ടി ബെറ്റർ. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടിച്ചൊക്കെ വെച്ചത് ഇങ്ങനെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് പെയിൻ്റൊക്കെ അടിച്ചാൽ ഇതൊന്നും ഈ ബുദ്ധിമുട്ട് ഈ അഴുക്ക് കണക്കത്ത് അഴുക്കല്ല, ഈ സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ കെട്ട് കമ്പി ഇട്ടാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. ഈ ഹോൾ വഴി ഏറ്റി ഇവിടെ ചുറ്റി ഇട്ടിരുന്നാൽ മതി. കെട്ട് കമ്പി അങ്ങനത്തെ ഈ അല്ലെങ്കിൽ ഇത് ഒട്ടിക്കാനുള്ള സാധനമുണ്ട്, അത് പൈസ കൊടുത്ത് ഒട്ടിക്കാൻ. അതിനെക്കാട്ടി നല്ലത് കെട്ട് കമ്പി വെക്കണതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശബ്ദം നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.